പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. പക്ഷേ കുറേ ദിവസമായിട്ട് മനസ്സിനെ ചില വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ നമ്മളെയൊക്കെ അലട്ടുന്നുണ്ടല്ലേ. പഴയ കാലത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പരിതസ്ഥിതികളും കാഴ്ചപ്പാടുകളും എല്ലാം അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറകൾ വളരെയധികം മാറിയിരിക്കുന്നു. പഴയ യുവതലമുറയെ ഇന്ന് കാണാനേ ഇല്ല. പഴയ തലമുറയുടെ സമ്പ്രദായങ്ങൾ, സാഹചര്യങ്ങൾ, രീതികൾ ഒന്നുമല്ല ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിന് വീണ്ടും വിഷമം ഉണ്ടാക്കിയൊരു കാര്യം നടന്നു. അതായത് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനി കോളേജ് ഹോസ്റ്റലിൽ, മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചത്രേ. ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന പല്ലവിയാണിത്. ഇന്നൊരു പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഇത് കഴിയുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്, നമ്മുടെ യുവാക്കൾക്ക് സംഭവിച്ചിരിക്കുന്നത്? ആകെ ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കുട്ടിയെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതും അവരെ ഓരോരോ മേഖലകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ പാടുപെടുന്നതും ഒക്കെ തന്നെ അല്ലേ. +2 വരെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. അവരുടെ കൂടെ തന്നെ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാതാപിതാക്കൾ. പണ്ടത്തെ മാതാപിതാക്കളൊന്നും ഇങ്ങനെ കുട്ടികളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അവർ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, കഴിച്ചവർ കഴിക്കും, കഴിക്കാത്തവർ കഴിക്കില്ല. എണ്ണത്തിൽ ഒരുപാട് പിള്ളേരും കാണും, 1-2 ജോഡി ഡ്രസ്സ് കാണും, കുറച്ച് പുസ്തകങ്ങൾ കാണും. ഇപ്പോഴത്തെ പോലെ ബോക്സും ബാഗും ഒന്നുമില്ല. പല പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിക്കകത്ത്, പ്ലാസ്റ്റിക് ഉറകളിൽ ആക്കിക്കൊണ്ട് പോകും. മൂത്ത കുട്ടിയുടെ പുസ്തകം ഇളയ കുട്ടി പഠിക്കും, മൂത്ത കുട്ടിയുടെ ഡ്രസ്സ് ഇളയ കുട്ടി ഇടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആളാപ്രതി ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് എത്ര പാവപ്പെട്ട ഒരു വ്യക്തിയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ഉന്നതമായ രീതിയിൽ അവരെ നല്ല ജീവിത നിലവാരത്തോടുകൂടി വളർത്തണമെന്നും മത്സരിക്കുകയാണ് പേരൻസ്. കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധയാണ്. എനിക്കറിയാം, ലീവ് എടുത്തിരുന്നു കുട്ടികളുടെ പരീക്ഷാ സമയത്ത് ജോലിയുള്ള അമ്മമാർ ലീവ് എടുത്തിരുന്ന് അവരുടെ കൂടെ നിന്നവരെ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇന്ന് പണ്ടത്തെ മാതിരിയല്ല. കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലങ്ങ് കൊടുത്തിരിക്കുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഭയക്കുകയാണ്. കുഞ്ഞുങ്ങളെ വഴക്ക് പറയില്ല, കുഞ്ഞുങ്ങളെ തല്ലുകയില്ല, ശാസിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല, ഒന്നുമില്ല. വീടുകളിലും ഇല്ല, സ്കൂളുകളിലും ഇല്ല. പണ്ട് കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ അവനെ നന്നാക്കി കൊടുക്കണം, അവന് നല്ല പെട കൊടുക്കണം, ഇതൊക്കെയാണ് പറയുന്നത് നമ്മളോട്. എന്നാൽ ഇന്ന് കുട്ടികളെ അടിക്കാനോ ശിക്ഷിക്കാനോ ഒന്നുമുള്ള അവകാശം അധ്യാപകർക്കില്ല, അധ്യാപകർക്കുമില്ല. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കൾക്കും അവരെ വഴക്ക് പറയാനോ അവരെ ശകാരിക്കാനും ഉപദേശിക്കാനും ശിക്ഷിക്കാനും ഒന്നും അധികാരം പേരൻസിനുമില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ മോഷണം കൂടുന്നു, കൊലപാതകം കൂടുന്നു, പിടിച്ചുപറി കൂടുന്നു, എല്ലാ അനാശാസ്യങ്ങളും കൂടുന്നു. എന്താ കാര്യം? പണ്ട് ജയിലിൽ ഗോതമ്പുണ്ടയാണ്, പോയി ഗോതമ്പുണ്ട തിന്നേണ്ടി വരുമെന്നുള്ള ഭയം. പിന്നെ അതുപോലെ തന്നെ പോലീസുകാരെ നല്ല പിഴ കൊടുക്കും. ഇന്ന് പോലീസുകാർക്ക് തല്ലാൻ പറ്റില്ല. എന്നാൽ തല്ല് നിർത്തി മികച്ച രീതിയിലുള്ള ഭക്ഷണം ആക്കി അതിനുശേഷം ആരെന്തും ചെയ്യാമെന്നുള്ള മനോഭാവമായി തുടങ്ങി. അതുകൊണ്ടാണ് കുറ്റങ്ങൾ കൂടുന്നത്.
ശിക്ഷയില്ല. കോടതിക്ക് തീരെ അധികാരമില്ല. കോടതിക്ക് സാക്ഷിയില്ലെങ്കിൽ ഒന്നും കിട്ടിയ സാക്ഷിക്കനുസരിച്ചാണ് പിന്നെ ശിക്ഷകൾ നടപ്പാക്കുന്നത്. എൻ്റെ ഷാളൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ കോടതിക്ക് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. സാക്ഷികൾ നല്ല സാക്ഷികളെ കിട്ടിയപ്പോൾ അവർ സമയമാകുമ്പം കൂറുമാറും. ഇതിനൊക്കെ ഒരു മാറ്റം വരണം നമ്മുടെ സമൂഹത്തിൽ. അത് ഞാൻ പറഞ്ഞ വഴി അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളെ നിയന്ത്രിക്കുന്നതിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തി. ഇനി അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു തലമുറയായപ്പോൾ വളർന്നു വരുന്നു. അച്ഛനമ്മമാർക്ക് പിള്ളേരെ ഒന്നും പറയാൻ പറ്റുകയില്ല. അച്ഛനമ്മമാർക്ക് പിന്നെ കുട്ടികളെ ഭയമാണ്, എന്നാൽ അമിത പ്രതീക്ഷയുമാണ്. ഇപ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ള പ്രായമായവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മരിക്കുക. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇന്ന് മരിച്ച കുട്ടി തന്നെ ഈ അടുത്തിടയിലൊക്കെ കുറേ പിള്ളേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പാലത്തിൽ നിന്ന് എടുത്ത് ചാടി ആറ്റിലേക്ക് ചാടി മരിക്കുന്നു, ട്രെയിനിൽ നിന്ന് ചാടി മരിക്കുന്നു, സ്കൂളിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നു. എന്തെല്ലാം മരണമാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന കുട്ടിയെ ഭർതൃഗ്രഹത്തിൽ മരിക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മളിന്ന് കേൾക്കുന്നത്. അസ്വസ്ഥമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സ്. ആരോട് പറയാനാ ഇത്? ഇന്നിപ്പോൾ ഈ മരിച്ച കുട്ടി എത്രമാത്രം പ്രതീക്ഷയോടുകൂടി സാധാരണക്കാരായ ആളുകൾ വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയാണത്. ഒരു നേഴ്സിങ്ങിനൊക്കെ വിട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിനും മെഡിസിനും ഒന്നുമല്ല ചേർന്നത്, നേഴ്സിങ്ങിന്. കാരണം പ്രതീക്ഷകൾ കൂടുതലാണ്, നേഴ്സിങ്ങിന് സ്കോപ്പ് കൂടുതലാണ്. അപ്പോൾ അവൾ പാസ്സായി വന്നിട്ട് മിക്ക പേരൻറ്റും മിക്ക കുട്ടിയും ആതുര സേവനത്തിന് വേണ്ടി ഒന്നുമല്ല, 1% വല്ലതുമേ രോഗികളെ ശുശ്രൂഷിച്ച് മാടപ്രാവുകളാകാൻ വേണ്ടി പോകുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ പഠിച്ചിറങ്ങി വെളിരാജ്യത്ത് പോയി നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് കുടുംബം രക്ഷപ്പെടണം, അവരവരും രക്ഷപ്പെടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് രക്ഷിതാക്കൾ നേഴ്സിങ്ങിനൊക്കെ കുട്ടികളെ. നേഴ്സിങ്ങിനെന്നല്ല എല്ലാ കാര്യങ്ങൾക്കും വിടുന്നത്, എല്ലാ പ്രൊഫഷനും വിടുന്നത് അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് നേഴ്സിങ്ങിന് വിടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബം രക്ഷപ്പെടാനും ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാനും വേണ്ടിയുള്ള പ്രതീക്ഷയാണ്. അപ്പം ഈ പഠിക്കാൻ പോയിടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടായിട്ടുണ്ടാകും, അവിടെ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാതൊന്നും ഒരു കുട്ടി ജീവൻ കളയുകയല്ലല്ലോ. നമുക്ക് ഈശ്വരൻ തന്ന ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് ഭഗവാൻ എടുക്കുമ്പോൾ സൃഷ്ടിച്ച ആളിനെ അത് എടുക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ നോക്കൂ, ഒന്ന് ആലോചിക്കൂ, ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എത്ര കുട്ടികളും വലിയവരും ചെറുപ്പക്കാരും ഒക്കെ മാരകമായ അസുഖങ്ങൾ കൊണ്ട് മരണത്തോട് മല്ലടിച്ച് ഒരു ദിവസം കൂടെ ആയുസ് നീണ്ടു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നുണ്ടല്ലേ. അപ്പോഴാണ് ഈശ്വരൻ നല്ല ആരോഗ്യവും ബുദ്ധിയും ഒക്കെ കൊടുത്തിരിക്കുന്ന ആളുകളാണ് ഈ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ ചെയ്യുന്നത്. ഒരു അസുഖമുള്ള ആളും അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നില്ല. എങ്ങനെയും പിടിച്ചു കയറി ജീവൻ മുന്നോട്ട് കിട്ടണമെന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ ജീവന് വേണ്ടി ആളുകൾ പിടയുമ്പോൾ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ, യുവജനങ്ങൾ, അല്ലാത്തവരുമുണ്ട്, എങ്കിലും ലോകം കാണാത്ത, ജീവിതം എന്താണെന്നറിയാത്ത കുട്ടികൾ നിമിഷം കൊണ്ട് ഒന്നുകിൽ ഒരു മുഴം കയറിൽ അല്ലെങ്കിൽ ഒരു ഷാൾ, ഇപ്പോൾ ഷാളുണ്ടല്ലോ എല്ലാവർക്കും സൗകര്യമായിട്ട്, ഷാളിൽ ഒക്കെ ജീവൻ ഒടുക്കുകയാണ്. ജീവൻ അവസാനിപ്പിക്കാമെന്നല്ല ഞാൻ പറഞ്ഞു, ജീവൻ ഒടുക്കുകയാണ്. പഠിച്ച് നല്ല നിലയിലെത്തി സമൂഹത്തിന് പ്രയോജനപ്പെട്ട് നല്ല പൗരന്മാരായി ജീവിക്കേണ്ട പിള്ളേരാണ് ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. ആ പേരൻസിന് എത്രമാത്രം വിഷമം കാണും. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു, ഈ കുട്ടിക്ക് വല്ല ലോണോ വല്ലതൊക്കെ തീരെയും, ഇന്നത്തെ കുട്ടിയുടെ കാര്യം ഞാൻ ചിന്തിക്കുക, തീരെയും സാഹചര്യമില്ലാത്ത കുട്ടിയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അടുത്ത ഫീസ് കൊടുക്കാൻ നിർത്തിയില്ലായ്മ കൊണ്ടോ ലോൺ അടയ്ക്കാൻ അല്ല, ഇപ്പം എഡ്യൂക്കേഷൻ ലോണൊക്കെ ആണെങ്കിൽ ജോലി കിട്ടിയൊക്കെ കഴിഞ്ഞടച്ചാൽ മതി. അപ്പം വീട്ടിലെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ചെന്നിടത്തെ പ്രശ്നങ്ങളോ
എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു നിമിഷം അതിൽ നിന്ന് അവരെ ഒന്ന് പിന്തിരിപ്പിച്ചാൽ പിന്നീട് അവർ ചെയ്യുകയില്ല. പിന്നെ ഉണ്ട് ഈ സൂയിസൈഡിങ് മാനിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അതാണ് അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ കിട്ടണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് അവരെ ഒന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഒന്നാമത്തെ കാര്യം, പണ്ടാന്നേ കുട്ടികൾ സുഹൃത്തുക്കളോടോ അമ്മയോടോ ആരോടെങ്കിലുമൊക്കെ ബന്ധുക്കളോടോ കസിൻസിനോടോ ഒക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുവാനും, കൂട്ടുകുടുംബമല്ലേ, അന്ന് ആരോട് വേണേലും പറയാനുണ്ടല്ലോ ആള്. ഇന്ന് അതില്ലല്ലോ. കുട്ടികൾ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ ആരോടും, കുട്ടികളോ ചെറുപ്പക്കാരോ ഒക്കെ തന്നെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു വേദിയില്ല അവർക്ക്. അവരാരോടും ഷെയർ ചെയ്യാതെ ഉള്ളിൽ തന്നെ അത് ഒതുക്കിയാണ് ഒരു നിമിഷം ഒരു ഇലാസ്റ്റിക് വലിക്കുന്നതിനൊരു മാക്സിമം ഇല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടുമല്ലോ എന്ന പോലെ പൊട്ടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടം. എന്തായാലും എനിക്ക് വല്ലാത്ത മനപ്രയാസം. ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്നും ആ രക്ഷിതാക്കൾക്ക് ഇതുപോലെ സംഭവിച്ച ഓരോ കുഞ്ഞുങ്ങൾക്കും അവർക്ക് ആത്മശാന്തി കിട്ടട്ടെ എന്നും അവരുടെയൊക്കെ പേരൻസിന് രക്ഷിതാക്കൾക്കും ഇതൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? നമുക്ക് പ്രത്യാശിക്കാം. ഞാനിങ്ങനെ ചെറിയൊരു ടോപ്പിക്ക് എടുത്തതേ ഉള്ളൂ. എനിക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ, പങ്കുവെച്ചതേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഇട്ട് വിഷമിക്കുന്നതിന് ഭേദം ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുകയല്ലേ നല്ലത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. എല്ലാവർക്കും എല്ലാവർക്കും നന്മകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കും ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും തോന്നരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. താങ്ക് യു സോ മച്ച്. സരസ്വതി സരയു ലോകാ സമസ്ത സുഖിനോ ഭവന്തു.